ഒന്നാം സ്ഥലത്ത് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ 11ാം സ്ഥലത്ത് എന്താണ് ചെയ്യുന്നത്? കർത്താവേ, ഞാൻ ഇവരോട് തിരിച്ചൊന്നും ചെയ്യുന്നില്ല. എന്നെ ദ്രോഹിച്ചവരോട് ഞാനൊന്നും ചെയ്യൂല. പക്ഷേ അങ്ങ് വെറുതെ വിടരുത്. നമ്മൾ പറയും, എന്നോട് ചെയ്തവരെ, എനിക്ക് ഈ ദ്രോഹമൊക്കെ ചെയ്തവരുണ്ടല്ല, അവരെ ദൈവം വെറുതെ വിടൂല. അല്ലേ? അവർക്ക് കർത്താവ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ മോളില്, ഇല്ലേ? അവർക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ കിട്ടിക്കോളും. അവരെ ഒന്നും ദൈവം വെറുതെ വിടുകയില്ല. അതാണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം. നിന്നോടൊക്കെ ദൈവം ചോദിക്കും. അപ്പൊ ചേച്ചിക്ക് ചോദിച്ചാ പോരെ? ആ കൊട്ടേഷൻ നമ്മൾ ആർക്ക് കൊടുക്കാണ്? കർത്താവിന് കൊട്ടേഷൻ കൊടുക്കാണ്. കർത്താവ് ഇവരെ ഒന്നും വെറുതെ. 11ാം സ്ഥലത്തെ ഈശോ, പ്രിയപ്പെട്ടവരെ, മനസ്സിൽ വെച്ചോ, തന്നെ കുരിശിൽ തറച്ച് കൊല്ലുന്നവരോട് പോലും ക്ഷമിക്കുന്ന ഈശോയാണ്. മറ്റേ വചനം 1 യോഹന്നാൻ 2:6 വലതുകരം ഉയർത്തി വീശിയിട്ട് പറയാം, അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പലർക്കും പലരോടും ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. ധ്യാനം കഴിഞ്ഞാലും ക്ഷമിക്കൂല. ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ കുരിശ് ചുംബിക്കും, കൈവച്ച് ചുംബിക്കും, വേണമെങ്കിൽ കെട്ടിപ്പിടിച്ച് ചുംബിക്കും. ക്ഷമിക്കോ? ഇല്ല. അപ്പോ നമ്മുടെ ചുംബനം ഏത് ചുംബനമായി മാറും? യൂദാസിന്റെ ചുംബനമായി മാറും. ക്ഷമിക്കാതെ നീ കുരിശു തൊട്ട് ചുംബിക്കുമ്പോൾ നിന്റെ ചുംബനം ആരുടെ ചുംബനമാണ്? അതുകൊണ്ട് ഈ വർഷം ക്ഷമിക്കാത്തവര് കുരിശു ചുംബിക്കാൻ വരരുത്. ചിരിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ സ്വരത്തിൽ പറഞ്ഞ ഈശോയേ